കൊല്ലം പാർലമെന്റ് അംഗമായിട്ടുള്ള കെ പ്രേമേന്ദ്രന് ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പാളയത്തിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം. കാരണം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. RSP എന്ന പാർട്ടിയിൽ വലിയ സമ്മർദ്ദമുണ്ട്. ആ പാർട്ടി പാളയത്തിൽ ഇനിയും തുടർന്നാൽ അത് തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 2 തവണയായി നിയമസഭയിൽ, അതായത് സംസ്ഥാന നിയമസഭയിൽ ഒരു പ്രതിനിധിയെ പോലും അയക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് RSP കൂപ്പുകുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. RSP ഇപ്പോൾ കെ പ്രേമേന്ദ്രനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നൊരു പാർട്ടിയാണ്. ആകെ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ലോക്സഭയിലേക്ക് പോയത്. അവിടെ നിയമസഭയിലേക്ക് ആരും പോയിട്ടുമില്ല. ഷിബു ബേബി ജോണിൻ്റെ RSP ബോൾഷെവിക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ RSPയുമായി ലയിപ്പിച്ചതിന് ശേഷവും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. അതുകൊണ്ട് തന്നെ RSPയെ ഉത്തേജിപ്പിക്കാനും അതിനെ ഒരു വലിയ രീതിയിൽ ശക്തി സ്രോതസ്സാക്കി കൊല്ലം മേഖലകളിലൊക്കെ വലിയ കരുത്തുറ്റ പാർട്ടിയായിരുന്ന RSPയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ മുതിർന്ന നേതാക്കൾ നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രഷർ ചെലുത്തുന്നത് ഷിബു ബേബി ജോൺ തന്നെയാണ്. RSPയെ ഇനിയും തൊഴുത്തിലേക്ക് കെട്ടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഷിബു ബേബി ജോണിന് വ്യക്തത വരുത്തേണ്ട കാര്യമായിട്ടുണ്ട്. കാരണം ഷിബു ബേബി ജോൺ കടുത്ത UDFിൻ്റെ അനുകൂലി ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു പാളയത്തിൽ നിന്നിട്ട് രക്ഷ കിട്ടുന്നില്ല എന്നുള്ളത്. നിതാന്തം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഷിബു ബേബി ജോണിന് ഇങ്ങനെ തോന്നണമെങ്കിൽ കെ പ്രേമേന്ദ്രൻ്റെ അവസ്ഥ എന്തായിരിക്കും? കെ പ്രേമേന്ദ്രൻ BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ട്. പക്ഷേ ആ കാര്യത്തിലൊക്കെ കെ പ്രേമേന്ദ്രൻ വ്യക്തമായ ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരിക്കലും BJPയിലേക്കോ അല്ലെങ്കിൽ BJPയുടെ NDA സംഘടനയിലേക്കോ അല്ലെങ്കിൽ NDA മുന്നണിയിലേക്കോ പോകാനുള്ള ഒരു താല്പര്യവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. ഇടതുപക്ഷത്തേക്ക് ചേക്കേറാനുള്ള ഒരു ആഭിമുഖ്യം കാണുന്നുമുണ്ട്. കാരണം അടുത്ത കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം RSPക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും കെ പ്രേമേന്ദ്രന് നറുക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള മേഖലയാണ് കൊല്ലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മുൻതൂക്കം ഇടതുപക്ഷത്തിനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും പ്രേമേന്ദ്രനെ UDFിൻ്റെ തൊഴുത്തിൽ നിന്നും അടർത്തി മാറ്റാൻ നിങ്ങളാരും വ്യാമോഹിക്കേണ്ട എന്നാണ് അവിടുത്തെ നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, UDF ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം അവർക്ക് തുടരെ അധികാരം നഷ്ടപ്പെട്ടു. മുസ്ലിം ലീഗിൽ തന്നെ തമ്മിലടി രൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ്. RSPക്കാണെങ്കിൽ അവർക്ക് പേരിനെടുത്തു പറയാൻ ഒരു MLA പോലും ഇല്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെ ശോചനീയമായ അവസ്ഥയിലേക്ക് പോകുന്ന RSPയെ രക്ഷിക്കുക എന്നുള്ളത് പ്രേമേന്ദ്രൻ്റെ ഒരു വലിയ കടമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട്, അതായത് പരനാറി പ്രയോഗം കണ്ടാണല്ലോ കെ പ്രേമേന്ദ്രൻ കൃത്യമായും ഇടതുപക്ഷത്തോട് അകൽച്ച കാണിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷത്തെ ഒരു മന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പൊതുശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2006-ൽ അദ്ദേഹം ജലവകുപ്പ് മന്ത്രിയായി RSPയുടെ പ്രതിനിധിയായി VS സർക്കാരിൽ അദ്ദേഹം ഭാഗമായിരുന്നു. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷവുമായിട്ടാണ് ഇത്രയും നാൾക്കുള്ള ബന്ധമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനുശേഷമാണ് UDF പാളയത്തിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതും കൊല്ലം സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിൽ മാത്രം എത്തിയ ഒരു വ്യക്തിയാണ്. അടിസ്ഥാനപരമായി അദ്ദേഹം ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച വരുന്നത് RSP ഒരുപക്ഷെ ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് കോൺഗ്രസിന്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.